നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ക്ലാസ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പലരും ക്ലാസ് 90% കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ മിസ്സും ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പക്ഷേ മിസ്സിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എപ്പോഴും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരുത്തനായിരുന്നു. അതായത് ഇപ്പോൾ 2 പീരീഡ് അടുപ്പിച്ചിരുന്ന 3ാമത്തെ പീരീഡ് അവൻ സ്വാഭാവികമായിട്ടും ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ നമുക്ക് ഈ എക്സാം ഒക്കെ വരുന്ന സമയം നമ്മൾ ആ സമയത്തൊക്കെ അവരോട് പറഞ്ഞ് ഇങ്ങനെ എന്തിനാണ് വെറുതെ ക്ലാസ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് ചോദിക്കുമായിരുന്നു. പക്ഷേ എക്സാം ഒക്കെ വരുന്ന സമയത്ത് എക്സാം വന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് ഇവരെല്ലാത്തിലും പാസ്സാവാറുണ്ട്. ഒന്നിലും ഇതുവരെ തോറ്റിട്ടില്ല, ഇതുവരെ ഒന്നിനും സപ്ലി കിട്ടിയിട്ടില്ല അവനെ. പക്ഷെ പാസ്സാവുമെന്ന് പറയുമ്പോൾ ഭയങ്കര മികച്ച മാർക്കല്ലെങ്കിലും അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങി തന്നെ അവൻ പാസ്സാവാറുണ്ട്. അപ്പം ഞങ്ങൾ ചോദിക്കും, മര്യാദയ്ക്ക് ക്ലാസ്സിലും കയറുന്നില്ല, അവൻ പാസ്സാവുന്നു. ഇവിടെ ബാക്കിയുള്ളവർ ഡെയിലി ക്ലാസ്സും കണ്ട് റിവിഷനും ചെയ്ത് എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടൊക്കെയാണ് റിസൾട്ട് വരുന്ന സമയത്ത് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമുക്ക് പരീക്ഷകൾ എഴുതാൻ പറ്റുന്നത്. പക്ഷെ ഇവൻ ക്ലാസ്സിലൊന്നും ഇരിക്കാണ്ട് അത്യാവശ്യം കൂളായി പോയി എക്സാം എഴുതി റിസൾട്ട് വരുമ്പോൾ അവന് വേണ്ട മാർക്ക് അവൻ വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾ ചോദിക്കണം, നിനക്ക് ഇങ്ങനെ ഇത് പറ്റണേ? കാരണം ബാക്കിയുള്ളവർ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് അങ്ങ് ചെയ്യും. കുറച്ച് 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ഞാൻ അങ്ങോട്ട് ഇരുന്ന് ചെയ്യും. ഞാൻ PYQs നോക്കാറ് നാം പറയുന്നു. അന്ന് PYQs ഒക്കെ വലിയ എന്താണ് PYQസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒന്നും അത്ര അറിയാത്തൊരു ടൈമായിരുന്നു. അത് എല്ലാവരിലേക്കും ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാനൊരു ടീച്ചറായിട്ട് നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് PYQ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ അവർ എന്താണ് ഒരു 70% ക്വസ്റ്റ്യൻസ് എപ്പോഴും PYQs എന്നാണ്, അല്ലെങ്കിൽ PYQ അതേപോലെയുള്ള പാറ്റേൺസ് ഒക്കെയാണ് PYQ തന്നെയാണ് അവർ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ PYQ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം എക്സാം എഴുതാൻ അല്ലെങ്കിൽ എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം PYQs കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര കാലം മുന്നത്തെ PYQs വേണം, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടും, ഇത് ഏത് സൈറ്റിൽ നിന്ന് കിട്ടും എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിൻ്റെ അകത്ത് PYQ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല വേറെ ഒരുപാട് സെഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാമും മോഡൽ എക്സാംസും പിന്നെ മന്ത്ലി എക്സാംസും എല്ലാം ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അതിലെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ് നമ്മുടെ PYQs എന്ന് പറയുന്നത്. ഈ PYQs നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് ബാച്ചിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം PYQസിനായിട്ട് അവർ വേറെ ഒരു സോഴ്സ് തപ്പണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. PYQs വെച്ചിട്ട് നിങ്ങൾ ബാച്ചിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് PYQs കണ്ടെത്താൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ, PYQs നിങ്ങൾ എന്താണെങ്കിലും റെഫർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാരണം എൻ്റെ ആ ഫ്രണ്ട് വേറെ ഒന്നും പഠിക്കാതെയാണ് അവന് PYQs മാത്രം പഠിച്ചിട്ട് അത്യാവശ്യ രീതിയിൽ പാസ്സായത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മളെ ബാച്ചിലെ വർക്ക് ഷീറ്റുകളും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാംസ് മോഡൽ എക്സാംസ് അതോടൊപ്പം തന്നെ ഈ PYQസും കൂടെ ചെയ്തു പോകുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നാൽ നല്ല മാർക്കിലേക്ക് തന്നെ അല്ലെങ്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻസ് ഒക്കെ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നിങ്ങൾക്ക് 4,999 നമ്മുടെ ബാച്ചിൻ്റെ ഫീ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സമയത്തെ നിങ്ങൾ പാഴാക്കി കളയരുത്. കാരണം ഇപ്പോൾ പാഴാക്കുന്ന ഓരോ സമയം ഓർത്ത് നിങ്ങൾ പിന്നീട് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് വല്ലാതെ റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അവർ നിങ്ങൾ തിരിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആരും നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ മിസ്സാക്കി കളയാൻ പാടില്ല.